ജലകണ്ഠേശ്വരർ ക്ഷേത്രം ചെന്നൈയിലെ പോരൂർ തടാകത്തിൽ നിലകൊള്ളുന്ന മഹാദേവ ക്ഷേത്രമാണ് ജലകണ്ഠേശ്വരർ ക്ഷേത്രം. പുരാതനമായ ക്ഷേത്രമാണ്. തിരക്കേറിയ റോഡിൻ്റെ അരികിലാണ് ഈ ക്ഷേത്രം. നിത്യവും നൂറുകണക്കിന് ഭക്തർ എത്തി ദർശനം നടത്തുന്ന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയ നമുക്ക് മുന്നിൽ നന്ദികേശനും മഹാദേവനും പൂജാദ്രവ്യങ്ങളുമായി ശ്രീകോവിലിൻ്റെ തൊട്ടു മുന്നിൽ വരെ നമുക്ക് ചെല്ലാൻ കഴിയും. മഹാദേവനെ അരികിൽ നിന്ന് കണ്ട് വണങ്ങാം. നന്ദികേശന് കറുക പൂജാദ്രവ്യമായി സമർപ്പിച്ചിരിക്കുകയാണ്. ധാരാളം ഉപദേവതകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അയ്യപ്പൻ, തമിഴ്നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിൽ അയ്യപ്പൻ്റെ മുന്നിൽ വന്ന് മാല ധരിച്ച് ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുണ്ട്. മണ്ഡലകാലത്ത് ഇവിടെ സ്വാമിമാരുടെ വളരെ തിരക്കായിരിക്കും. നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയാണ്. തികച്ചും ശാന്തത നിലകൊള്ളുന്ന ഒരു ചെറിയ ക്ഷേത്രം. കായലിലേക്ക് ഇറങ്ങി നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ പകൽ വന്നാൽ നമുക്ക് തടാകത്തിൻ്റെ ഭംഗിയും ആസ്വദിക്കാം. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. മഹാദേവനും നന്ദികേശനും മുഖാമുഖം ഇരിക്കുന്ന പ്രതിഷ്ഠയാണ്. മഹാദേവ ക്ഷേത്രങ്ങളിൽ ഭക്തർ എത്തിയാൽ ദർശനത്തിന് ശേഷം അവിടെ കുറച്ചു നേരം വിശ്രമിച്ച ശേഷം വേണം മടങ്ങിപ്പോകാൻ എന്നാണ് വിധി. ആൽമരത്തിൻ്റെ ചുവട്ടിൽ നാഗദേവതമാരുടെയും ഗണേശൻ്റെയൊക്കെ പ്രതിഷ്ഠകളാണ്.
വളരെ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരമാണ്. ഗണേശൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തണം. നിങ്ങളുടെ സ്നേഹവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളും, എനിക്ക് കഴിയുന്ന അത്രത്തോളം ക്ഷേത്രങ്ങളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. ശരിക്കും ഇവിടെ കൈലാസത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. മഹാദേവനും പാർവതീദേവിയും കൈലാസത്തിൽ ഇരിക്കുന്ന രംഗം ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. ശില്പങ്ങൾ തന്നെയാണ്. മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം സർവ്വ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.